തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. അതായത് മേയറും ഭർത്താവും നടുറോട്ടിൽ ഗുണ്ടായിസം കാട്ടിയെന്ന CPM ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയത്. അപ്പോൾ ഈ വിലയിരുത്തൽ കുറച്ച് നേരത്തെ ആയിരുന്നു എങ്കിൽ ഈ മേയറുടെ വാർഡിലടക്കം BJPക്ക് വോട്ട് കിട്ടൂലേ ഇനി. അതാണ് ഇവർക്ക് പറ്റുന്ന ഏകൊരു കുഴപ്പം. അതാത് വിഷയങ്ങൾ അപ്പോൾ ഇവർ ന്യായീകരിക്കും. അതാണ് ചാനലൊക്കെ വന്നിരുന്ന് ഇവർ ന്യായീകരിക്കും. ഇപ്പോൾ ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിലയിരുത്തലിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണെന്നും ഇത് പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നും വിമർശനമുയർന്നു. KSRTC ബസ് നടുറോഡിൽ തടഞ്ഞ സംഭവത്തിൽ മെമ്മറി കാർഡ് കിട്ടാത്തത് നന്നായെന്നും വിമർശനമുയർന്നു. കൂടുതൽ വിവരങ്ങളുമായി CP അജിതയാണ് ചേരുന്നത്. അജിത, സമീപകാലത്ത് പാർട്ടിയെ അടക്കം പ്രതിക്കൂട്ടിലാക്കിയ, വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവത്തിലാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇങ്ങനെയൊരു വിമർശനം വരുന്നത്. അതിൽ ശ്രദ്ധേയമായ കാര്യം ആ മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് സൂചിപ്പിച്ചുള്ള ആ വരിയാണ്. എന്താണ് അജിത വിവരങ്ങൾ? 2 ദിവസങ്ങളായി നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കോർപ്പറേഷന്റെ പൊതുവായ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മേയറുടെ പെരുമാറ്റ രീതി, ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകളെല്ലാം അതിരൂക്ഷമായ വിമർശനങ്ങൾക്കാണ് വിധേയമായത്. ഇതിന്റെ കൂട്ടത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റവും അതുപോലെ തന്നെ അവരുടെ ഇടപെടലുകളും സംബന്ധിച്ച വിമർശനങ്ങളും ഉയർന്നത്. സമീപകാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട, നിമ്മി സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടി തന്നെ പ്രതിരോധത്തിലാക്കിയ ഒരു വിവാദമായിരുന്നു KSRTC ബസ് തടഞ്ഞിട്ട് നടത്തിയ പ്രശ്നം. അതും അതേ തുടർന്നുണ്ടായ അനുബന്ധ പ്രശ്നങ്ങളും. ഇതിൽ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് ഭാഗ്യമായി എന്നാണ് ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കിയത്. കാരണം ഇത്തരത്തിൽ അത് കിട്ടിയിരുന്നെങ്കിൽ മേയറുടെ ഭർത്താവ് MLA കൂടിയായ സച്ചിൻ ദേവും ഉണ്ടാക്കിയ പ്രകോപനങ്ങൾ ജനങ്ങൾ കാണുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ ഒരു വിവാദം ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പാണ് ഉണ്ടാക്കിയത്. പൊതു സമൂഹത്തിനിടയിൽ അതൊരു വലിയ മോശം ഇമേജാണ് ഉണ്ടാക്കിയത് എന്ന തരത്തിലുള്ള ചർച്ചയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. പൊതുകെട്ടിലകൾ അപ്പോൾ ഇപ്പോഴാണ് പോലെ വിലയിരുത്തുന്നത്. മേയർക്ക് അഹങ്കാരാണ്, ഭർത്താവിന് അഹങ്കാരാണ്, നടുറൂട്ടിൽ കാട്ടിയത് ഗുണ്ടായിസാണ്. ഇതൊക്കെ ഇവർക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. മുതിർന്ന നേതാക്കൾ പറഞ്ഞു. ഈ മുതിർന്ന നേതാക്കൾക്ക് അന്നേ ദിവസം തന്നെ ഈ മേയറെ വിളിച്ചുകൊണ്ട് ആ കേസിൽ നിന്ന് പിന്മാറാനും ആ ഡ്രൈവർക്കെതിരെയുള്ള പരാതി പിൻവലിക്കാനും പറഞ്ഞിരുന്നു എങ്കിൽ ഈ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ, ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ മുമ്പിൽ ഏറെ മതിപ്പുണ്ടാക്കുമായിരുന്നില്ലേ മേയറും കൂട്ടരും പാർട്ടിയൊക്കെ? പക്ഷെ അതിനവർ തയ്യാറായില്ല. പകരം എന്താണ് അവിടെ സംഭവിച്ചത്? അനിൽ കുമാർ, അരുൺ കുമാർ, റിജിൽ ലൂക്കോസ്, പിന്നെ കുഞ്ഞിക്കണ്ണൻ, AR റഹീം, ഇങ്ങനെയുള്ള പാർട്ടിയുടെ ചാവേറുകൾ ചാനലിൽ വന്നിരുന്നിട്ട് അതിനെ ന്യായീകരിക്കൂ. നിസാര സംഭവം. 700 രൂപ കൂലി വാങ്ങുന്നു ഒരു ഡ്രൈവറായിട്ടാണ് ഈ പാർട്ടി. ഇതൊരു മേയർ, ഒരു MLA ഒക്കെ ചെയ്യാൻ പാടുള്ള സംഭവമാണോ? നിസാര സംഭവം. കാരണം ഇവർ അതിൻ്റെ പുറകെ കൂടിയാൽ ഇത് വാർത്തയാകും. ആ പാവപ്പെട്ട തൊഴിലാളിൻ്റെ പണി പോകും. അതല്ലാതെ എന്താ അതിന് കിട്ടാണ്ട് ഒരേ ഒരു പറ്റിക്കേസും കിട്ടുവയ്ക്കാനും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്നിട്ട് ഇതാണ് വിവാദമാക്കുക. ഇവരാണോ സംസ്ഥാനത്തെ മേയർ പദവിയിൽ ഇരിക്കുന്നത്? ഇവരാണോ സംസ്ഥാനത്തെ MLA പദവിയിലൊക്കെ ഇരിക്കുന്നത്? എന്നിട്ട് പാർട്ടി കൂടി ഇപ്പോൾ വിലയിരുത്തുക. മേയർക്ക് അഹങ്കാരം കൂടി, മേയർ ഭർത്താവിന് അഹങ്കാരം കൂടി, നടുറോട്ടിൽ KSRTC തടഞ്ഞു. ഇപ്പം നിങ്ങളിത് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത വിവരമാണല്ലോ ഈ ചാനലിലൂടെ പുറത്ത് വരുന്നത് ആണല്ലോ അല്ലേ? അത് ശരിയാണെങ്കിൽ, അതായത് ചാനലുകാർ ചിലപ്പോൾ നുണകളൊക്കെ കൊടുക്കുന്ന ആളെങ്കിൽ പറയരുത്, ഇല്ലാത്തതൊക്കെ കൊടുക്കുന്നു. ഇനി ഇത് ശരിയാണെങ്കിൽ, ചാനലിൽ ഇപ്പോൾ വന്ന ഈ വാർത്ത ശരിയാണെങ്കിൽ അതിലൂടെ എന്താ വ്യക്തമാകുന്നത്? മേയറുടെ അടുത്തും മേയറുടെ ഭർത്താവിൻ്റെ അടുത്താണ് ഈ KSRTC വിഷയത്തിൽ തെറ്റെന്നുള്ളതാണ്. അതായത് മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായി ജില്ലാ കമ്മിറ്റി വിലയിരുത്തുകയാണ്. മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ പാർട്ടി കൂടുതൽ അപകടത്തിലേ ആയേനെ പാർട്ടി വിലയിരുത്തിന്. അപ്പോൾ ഇതിൻ്റെ ഒരു യഥാർത്ഥ സത്യാവസ്ഥ ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. എന്താണ്? ഈ ഡ്രൈവർ നിരപരാധിയാണ്. അങ്ങനെ നിരപരാധിയായ സ്ഥിതിക്ക് ആ പാവത്തിൻ്റെ പണി കളഞ്ഞത് ശരിയായില്ല. വെറും 700 റുപ്യ കൂലി കിട്ടുക. പിന്നെ നമ്മളെ പാർട്ടിൻ്റെ ഒരു ലൈനല്ലല്ലോ പണി കളയൽ. നമ്മളെ പാർട്ടി സമരം ചെയ്യണമെന്തിനാ? പണി ഉണ്ടാക്കാനും പണിയുള്ളവൻ്റെ പണി സംരക്ഷിക്കാനുമാണ്. അതാണല്ലോ വെപ്പ്. ആ വെപ്പ് ശരിയാണെങ്കിൽ
പിന്നെ നിങ്ങളിങ്ങനെ നായികക്ക് 40 വട്ടം പറയണ്ടല്ലോ, ബ്രാഞ്ച് കമ്മിറ്റി കൂടി, ജില്ലാ കമ്മിറ്റി കൂടി, ഏരിയ കമ്മിറ്റി കൂടി, സംസ്ഥാന കമ്മിറ്റി കൂടി, കേന്ദ്ര കമ്മിറ്റി കൂടി, PB കൂടി, ഇതൊക്കെ കൂടിയാണ് നിങ്ങൾ പറയണ്ടല്ലോ തിരുത്താൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായ ഒരു നിലപാടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ, ആ KSRTC ഡ്രൈവർക്ക് എതിരെയുള്ള പരാതി പിൻവലിച്ചിട്ട് അയാളെ ജോലിയിൽ തിരികെ കയറ്റാൻ ഗണേഷ് കുമാർ എന്ന് വിളിച്ചു പറയാം. ഗണേഷ് കുമാർ പിന്നെ നിങ്ങളെ ചെരുപ്പ് നക്കി ആയതുകൊണ്ട് പെട്ടെന്ന് ആ പണി എടുത്തോളും. അപ്പം അതൊന്ന് ആ ഗണേഷ് കുമാറിനെ വിളിച്ച് പറഞ്ഞ് അയാളെ ജോലിയിൽ തിരികെ കയറ്റുക. എന്നിട്ട് ജനങ്ങളോട് പറയാം, പാർട്ടിക്ക് തെറ്റുപറ്റി ഇയാളെ ജോലി തിരിച്ചു കൊടുക്കാമെന്ന്. ഈ സമൂഹം മുഴുവൻ നിങ്ങളപ്പം നിൽക്കും. ഞാനും നിങ്ങളപ്പം ഉണ്ടാവും, ഇൻ്റെ വോട്ടും നിങ്ങളപ്പം ഉണ്ടാവും. എനിക്കൊരു 4-5 വോട്ടുണ്ട്, ആ വോട്ട് നിങ്ങൾക്ക് ചെയ്യും. നിങ്ങളതിന് തയ്യാറുണ്ടോ? അല്ലാതെ തിരുത്തുന്ന് പറയേ. ജില്ലാ കമ്മിറ്റിയിൽ മേയർക്ക് അഹങ്കാരം കൂടി, സംസ്ഥാന സമിതിയിൽ പിണറായിക്ക് അഹങ്കാരം കൂടി എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നടപടി എടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ അന്നേ ദിവസം തന്നെ ഈ KSRTC ഡ്രൈവറും മേയറും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ അന്ന് തന്നെ നിങ്ങളൊരു ജില്ലാ കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ മുതിർന്ന ഒരാൾക്കോ പറയാമായിരുന്നു, മേയറും ഭർത്താവും നടുറോട്ടിൽ ചെയ്തത് ശരിയായില്ല, അങ്ങനെ അവർക്ക് പരാതിയുണ്ടെങ്കിൽ നിയമപരമായിട്ട് പോവുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തൊരു താരാവൂലേനി, ഈ വിഷയം ഇത്ര കത്തിപ്പാളൂലേനി, CPM-ൻ്റെ വോട്ട് BJP-യിലേക്ക് പോകില്ലായിരുന്നു. അപ്പോൾ പാർട്ടിക്ക് തെറ്റ് പറ്റിയത് എന്താ അറിയോ? നിസാര കാര്യങ്ങൾ പാർട്ടിയുടെ എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ പ്രതിരോധിക്കും. നിസാര വിഷയങ്ങൾ, അതായത് സംസ്ഥാനത്തുനിന്ന് CPM-ന് ഭരണമുണ്ട്. സംസ്ഥാനത്തുനിന്ന് CPM-ൻ്റെ എൻ്റെ ഒരു വിലയിരുത്തലിൽ CPM-ൻ്റെ ഈ അധികാര കേന്ദ്രങ്ങളും പാർട്ടിയൊക്കെ പാകിസ്ഥാൻ്റെ അതിർത്തി കൊണ്ടുപോയി വെച്ചാൽ പാകിസ്ഥാൻ പട്ടണം വരെ അവിടുന്ന് പാഞ്ഞു തടിയെടുക്കും. അത്ര ശക്തമായ ഒരു പ്രസ്ഥാനമാണ് CPM. ആ പ്രസ്ഥാനം ഒന്നായിട്ട് ഈ യദുവിനെതിരെ നീങ്ങിയില്ലേ? അതുകൊണ്ടല്ലേ ഇത് വാർത്തയായത് അല്ലേ? ആ പ്രസ്ഥാനം ഒന്നായിട്ട് യദുവിനെതിരെയാണ് നീങ്ങി. യദു അടുത്ത് ആരായി, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടായത് എന്താ പറയുക, ചെറിയൊരു വിഷയം, ഒരഹങ്കാരത്തിൻ്റെ വിഷയം, മനസ്സിലായില്ലേ? ഒരഹങ്കാരം, ഉള്ളിലൊരു അഹങ്കാരമുണ്ട്, ഞാൻ മേയറാണ്, അതിൻ്റെ മുകളിലുണ്ടായ ഒരു വിഷയം, അത് അടിച്ചമർത്തുന്ന, അതായത് പത്തിയിലെ നുള്ളിക്കളയേണ്ട സ്ഥാപനം ആ തുടക്കത്തിൽ തന്നെ നുള്ളിക്കളയേണ്ടതിന് പകരം പാർട്ടി അതിന് വളം വെച്ച് കൊടുത്തു. അരുൺ കുമാർ, അനിൽ കുമാർ, കുഞ്ഞിക്കണ്ണൻ, ലിജിൽ മാർക്കോസ്, റഹീബ്, സജേസ്, VPP മുസ്തഫ, ഇങ്ങനെയുള്ള തല തിരിഞ്ഞ ആളുകളെ മുഴുവൻ ചാനലിലേക്ക് വിട്ടിട്ട് മണിക്കൂറുകളോളം ഇതിനെ ന്യായീകരിച്ച് ഈ 15-ാം വയസ്സിൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ പന്ത് കളിച്ചപ്പോൾ ഏതോ ഒരു പെൺകുട്ടിൻ്റെ മേറ്റൊന്ന് പന്ത് വീട് അറിഞ്ഞാണ്ട് ആ ഒരു കേസ് നിലവിലുണ്ട് അറിഞ്ഞ് ഒരുത്തം വന്ന് വേറൊരുത്തം വന്നുകാണ്ട് പറഞ്ഞ് 18 കൊല്ലം മുമ്പ് ഇയാൾ സ്കൂളിൽ പടി ഇറങ്ങുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്ക് പ്രേമലേഖനം കൊടുത്തു തന്നെ പരാതി വേറെ ഉണ്ട് അറിഞ്ഞ്, അങ്ങനെ പരാതി 100 കണക്കിന് പരാതിയുള്ള ഒരാളാക്കിയിട്ട് ഈ യദുവിനെ മാറ്റാൻ വേണ്ടി സംസ്ഥാനത്തിലെ CPM-ൻ്റെ സകല സംവിധാനങ്ങളോട് ഉപയോഗിച്ചിരിക്കുക അല്ലേ? അതല്ല ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് കൂട്ടരെ, ഇനിയെങ്കിലും ആ ഡ്രൈവറെ പണി തിരിച്ചു കൊടുത്ത് തിരുത്തിയിട്ടുണ്ട് ഞങ്ങൾ എന്നുള്ളത് സമൂഹത്തിനോടൊന്ന് വിളിച്ചു പറയാനുള്ള ആർജവം കാണിക്കണം. അങ്ങനെ ആകട്ടെ CPM-ൻ്റെ തിരുത്ത്.